Welcome to Flavors of Thailand. അപ്പോൾ നമ്മൾ ആയുത് തായിലെ വിശേഷങ്ങളെല്ലാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൺ ദ ഐലൻഡും ഓഫ് ദ ഐലൻഡ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ഭാഗം തിരിച്ചു വെച്ചിട്ടുണ്ട്. കാഴ്ചകൾ കാണാനായിട്ട് അതാണ് എളുപ്പം. ഐലൻഡിൻ്റെ ഉള്ളിലൂടെ ആനയുടെ പുറത്ത് കയറിയോ അല്ലെങ്കിൽ നടന്നോ അല്ലെങ്കിൽ സൈക്കിളിലോ ഒക്കെ നമുക്ക് ഈ ക്ഷേത്രങ്ങളും ഡൈലാപ്പിലേറ്റഡ് സ്ട്രക്ചേഴ്സും റൂയിൻസും എല്ലാം കാണാൻ സാധിക്കും. ഇത് കൂടാതെ ഓഫ് ദി ഐലൻഡ് എന്ന് പറയുമ്പോൾ ഐലൻഡിൻ്റെ വെളിയിൽ മറു സൈഡിൽ, അതായത് നടുക്ക് കൂടി ഒരു ചെറിയൊരു റിവർ പോലെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ അപ്പുറ സൈഡിലും ഇതുപോലെ കുറേ ക്ഷേത്ര സമുച്ചയങ്ങളും പഴയ ഇവിടെ 400-ൽ പരം ക്ഷേത്രങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ്. അത് പലതും ഇപ്പോൾ ഇല്ല, ഡൈലാപ്പിലേറ്റഡ് ആണെങ്കിലും ചിലതൊക്കെ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബോട്ട് സവാരിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ബോട്ടിങ്ങിന് കയറി കഴിഞ്ഞാൽ അവരിങ്ങനെ 1 മണിക്കൂർ ഇങ്ങനെ നമ്മളെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കൊണ്ട് നടന്ന് കാണിച്ചു തരും. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഒരു ബോട്ടിങ്ങിന് പോകാം. ബോട്ട് ട്രിപ്പ് അറൗണ്ട് ആയുത് തായ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ബോട്ട് എടുത്ത് പോവാണ്. അല്ലാതെ പബ്ലിക് ബോട്ട്സും ഉണ്ട്, പ്രൈവറ്റ് ബോട്ട്സും ഉണ്ട്. ഇതാണെങ്കിൽ ഒരാൾക്ക് 300 രൂപയാണ്. 1 അവർ കൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കും. ഒരു ചുണ്ടൻ വള്ളത്തിൽ പോകുന്ന പോലെ പോകാൻ പോവാണ്. ഒരു ചെറിയ വള്ളത്തിൽ നമ്മൾ മാത്രം. ബോട്ട് തയ്യാറാകുന്നു, അടുത്തേക്ക് വരും. വെള്ളത്തിനൊന്നും ഒരു ഭംഗിയില്ല. നോക്കൂ, കലങ്ങിയ വെള്ളം പോലെയാണ്. ഒരു ഹൂഗ്ലി റിവറിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് കൊൽക്കത്തയിൽ. കലക്ക വെള്ളം. അപ്പോൾ ഈ റിവറിൻ്റെ പേരെന്താണെന്ന് ഞാനിങ്ങനെ അന്വേഷിക്കുന്നത്. അപ്പോൾ ലോപുരി റിവർ തന്നെയാണ്. ഈ ലോപുരി എന്ന് പറയുന്ന റിവറിൻ്റെ സൈഡിലാണ് ബാങ്കോക്ക് എന്നുള്ള വലിയ തലസ്ഥാന നഗരം പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ ലോപുരിയുടെ ഭാഗം തന്നെയാണ് ഈ ആയുത് തായ എന്ന് പറയുന്ന ഈ പഴയ തലസ്ഥാനവും. നമ്മുടെ വെള്ളം വരുന്നുണ്ട്. എല്ലാം മോട്ടർ ഘടിപ്പിച്ച വള്ളമാണ്. കാഴ്ചയിലൊരു വള്ളത്തിൻ്റെ ലുക്കാണെങ്കിലും മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ റോബോട്ട്സും ഉണ്ട്. ഇത് തുഴഞ്ഞു പോകുന്നതാണ്, കണ്ടില്ലേ? തോൺപുരിയുടെ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഇസ് ഓഫ് ദ ഐലൻഡ്. ആയുത് തായയുടെ ഒരു 3-4 ക്ഷേത്ര സമുച്ചയങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. പാലസ്, പഴയ പാലസിൻ്റെ ഏരിയയെല്ലാം. അങ്ങനെ നമ്മളുടെ ബോട്ട് സവാരി തുടങ്ങിയിരിക്കുകയാണ്. തോൺപുരി റിവറിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. ആഹാ, ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ 1-2 ഹെറിറ്റേജ് സൈറ്റ്സ് കാണും. അതിൽ പ്രധാനമായിട്ട് കാണാൻ പോകുന്ന ഒരു സ്ഥലം വാട്ട് ചായി വച്ചനാറാം എന്നാണ് പറയുന്നത്. ഈ പേരെല്ലാം പറയാൻ ഇച്ചിരി പാടാണ്. ഞാൻ ബുക്കുമെല്ലാമായിട്ട് നടക്കുവാണ്. ഭയങ്കര സ്റ്റഡിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ പ്ലേസസിനെ കുറിച്ച്. ഭയങ്കര ഭംഗിയുള്ള കുറച്ച് ഫോട്ടോഗ്രാഫിക് സൈറ്റ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഈ വട്ടറാം എന്ന് പറയുന്ന ഈ ക്ഷേത്രം, വച്ചായി വച്ചനാറാം, ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുന്നത്. അത് പണ്ട് ഒരു ജംഗിളിൻ്റെ അകത്തായിരുന്നു. അതായത് ചുറ്റോട് ചുറ്റും വലിയ കാട് പിടിച്ച സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതെല്ലാം മാറി ഭയങ്കര മനോഹരമായി മാറിക്കഴിഞ്ഞു. 2 സൈഡിലും വീടുകളാണ് ഇപ്പോൾ. നോക്കൂ, എല്ലാവരും വീട് വെച്ചിരിക്കുന്നു. നോക്കൂ, ഇങ്ങനെ തൂണുകൾക്ക് മുകളിലായിട്ട്, ഒരു പില്ലേഴ്സിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ. കാര്യം വെള്ളം പൊങ്ങുകയാണെങ്കിലും അവരുടെ വീടിനൊന്നും സംഭവിക്കാൻ പാടില്ല. കാര്യം തോൺപുരി റിവർ മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം പൊങ്ങുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഫ്ലഡൊക്കെ വരുമ്പോൾ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണ്ടേ. റിവറിനോട് ചേർന്നാണ് ഇവരെല്ലാം വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ലോക്കൽ പീപ്പിൾ താമസിക്കുന്ന സ്ഥലം. അയ്യോ, ഇത് വേണ്ട. അയ്യോ, നമ്മൾ പായലിൻ്റെ ഇടയിലായി. കംപ്ലീറ്റ് പായൽ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഒരു ഭാഗത്ത് ആഫ്രിക്കൻ പായൽ. അതിനെ പകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മളുടെ ബോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ, ഇതൊരു ബണ്ടാണ്. ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെയൊക്കെ ഉണ്ട്. ആ ഭാഗം നമ്മൾ കടന്ന് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഓപ്പൺ സ്പേസിലേക്ക് പോകണം. ഇത് കണ്ടില്ലേ, വേറൊരു ബോട്ട്, കുറച്ച് പോഷായിട്ടുള്ളൊരു ബോട്ട്. ഇവിടെ പല പരിപാടികളുണ്ട് തോൺപുരി റിവറിലൂടെ. ഇവിടെയല്ല, നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചില ഭാഗത്തുനിന്ന് നൈറ്റ് ക്രൂസ് ഉണ്ട്. നമുക്ക് ബോട്ടിൽ പോവാം. നല്ല മെറിമേറ്റിംഗ് ആണ്. നല്ല ഇതുപോലെയുള്ള ലക്ഷറി ക്രൂസ് ബോട്ടിൽ 2 നിലയുള്ള ബോട്ടൊക്കെയാണ്. അപ്പുറത്തേക്കിലൊക്കെ നമുക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ രസമായിട്ട് നമുക്കൊരു ഡിന്നർ ക്രൂസിന് പോകാം. അതും ഞാൻ പ്ലാൻ മനസ്സിലുണ്ട് എനിക്ക്. നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം.
ഒരു ഡിന്നർ ക്രൂയിസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് ഈ ഡിന്നർ ക്രൂയിസ്. നല്ല ഫുഡ്, നല്ല ആംബിയൻസ്, നല്ല ലൈറ്റ്. അപ്പോൾ രാത്രിയാണ്, അപ്പോൾ ചുറ്റുമുള്ള ബ്യൂട്ടിഫുൾ ലൈറ്റിങ്സ് എല്ലാം കാണാം. ഭയങ്കര തിരക്ക് പിടിച്ച് ബാങ്കോക്ക് നഗരി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. നല്ല ഭക്ഷണം കഴിക്കാം, പാട്ടും മ്യൂസിക്കും ഒക്കെ ആയിട്ട്. അത് വേറൊരു ലോകം. അതും നമുക്കൊന്ന് അനുഭവിക്കണ്ടേ എന്താണെന്ന്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓപ്പണിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. തോൺബറി റിവറിൻ്റെ തുറസ്സായ ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ വിശാലമായി ഞാനും അങ്ങോട്ട് ഇരിക്കാൻ തീരുമാനിച്ചു. ബോട്ടിൻ്റെ ഏറ്റവും അറ്റത്ത് വന്നിരിക്കുവാണ്. നല്ലൊരു ഗൊണ്ടോള റൈഡ് പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെന്നിസിലൂടെ സഞ്ചരിക്കുന്ന പോലെയാണ്. വെന്നിസിലെ കനാലുകളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടനാട്ടിലെ കേവ് വള്ളത്തിൽ സഞ്ചരിക്കുന്ന പോലെ. അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് വട്ട് ഷായി വട്ടനാറാം, പിന്നെ വട്ട് പനാങ് ചോയിങ്, ഇങ്ങനെയുള്ള 2-3 സ്ഥലങ്ങളാണ്. അതും ഒരു ക്ഷേത്രം, മറ്റതും ഒരു ക്ഷേത്രം തന്നെയാണ്. ഇതിൻ്റെ 2 സൈഡിലായിട്ടും റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ അത് സജീവമാകും. വലിയ പാലം, ഇത് പുതിയ ആധുനികമായ കൺസ്ട്രക്ഷനാണ്. എന്തായാലും ഈ യാത്ര വളരെ രസകരമാണ്. നല്ല കാറ്റൊക്കെ ആസ്വദിച്ച്, ഇതൊരു വൈകുന്നേര സമയം തന്നെ പോകണം. 4 മണിക്ക് ശേഷം. ഇപ്പോൾ ശരിക്കും പറഞ്ഞ സമയം 5:30 മണി കഴിഞ്ഞു. ഇനി പെട്ടെന്നായിരിക്കും സൺസെറ്റ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു മാർക്കറ്റ് ഏരിയയിലും കൂടി പോകാനുണ്ട്. ഇതിനടുത്ത് തന്നെയുള്ളൊരു മാർക്കറ്റ് ഏരിയ, അതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളുടെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതങ്ങ് ആസ്വദിക്കാം നന്നായിട്ട്. എന്തായാലും ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉള്ള ആൾക്കാർ കൗതുകത്തോടു കൂടിയാണ് ഈ ബോട്ടിലേക്ക് നോക്കുന്നത്. കാര്യം ബോട്ടിങ്ങൊക്കെ എല്ലാവരും നടത്താറുണ്ട്, അവരെല്ലാം അവിടേക്ക് ഇരിക്കുള്ളൂ. ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് അധികം കാണാറില്ലാതെ തോന്നും. ഞാനിങ്ങനെ കറക്റ്റ് ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് കാലൊക്കെ നീട്ടി സുഖമായിട്ടിരിക്കും. അത് കണ്ടിട്ട് അവർക്കൊരു ചെറിയ ആഗ്രഹം, അവർക്കും അതുപോലെ പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കൊച്ചു ഹെറിറ്റേജ് പ്ലേസസ്. വാറ്റ് പനാങ് ചോയിങ് എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ദാറ്റ് ഈസ് മെറി മേക്കിംഗ് സെറിമണീസ്, ഫയർ ക്രാക്കേഴ്സ്, പിന്നെന്താ റിച്വലിസ്റ്റിക് ഫിഷ് ഫീഡിങ്, ഇതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. ഇവിടെ മീനിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു കർമ്മമുണ്ട്. പിന്നെ ക്രാക്കേഴ്സ് പൊട്ടിക്കാറുണ്ട്, പടക്കം പൊട്ടിക്കും. പിന്നെ മെറി മേക്കിംഗ് സെറിമണീസ്, അങ്ങനെ ഭയങ്കര ഒരു ഹെക്റ്റിക്, ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബുദ്ധക്ഷേത്രമാണിത്. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഫിഷ് ഫീഡിംഗ് ഉണ്ട് സാധാരണഗതിയിൽ. പിന്നെന്താ 1324 പണിത പ്രാ പനാങ് ചോയിങ് എന്ന് പറയുന്നൊരു വലിയൊരു ഹൈറ്റുള്ളൊരു ഭാഗമുണ്ട്. 19 മീറ്റർ ഹൈയിലാണത് പണിതിരിക്കുന്നത്. അതിന് ചുറ്റും 84,000 ബുദ്ധ ഇമേജസ് ആണുള്ളത്. അവിടെ ഫിഷിനെ ഫീഡ് ചെയ്ത് നോക്കുക കുട്ടി ബോട്ടിലിരുന്ന്. ഇവിടെ മഴക്കാലത്തൊക്കെ നദി ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നൊരു നദി തന്നെയാണ്. തോൺബറി ഭയങ്കരമായിട്ട് വെള്ളം കയറും, അതിനനുസരിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ എല്ലാം എന്താ പറയുക, നദിയോട് ചേർന്ന് തന്നെയാണ് പല കൺസ്ട്രക്ഷൻസും നടക്കുന്നത്. ബാങ്കോക്കിൻ്റെ ജീവിതം അല്ലെങ്കിൽ തായ്ലൻഡിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് തോൺബറി നദി, ഈ ജലസ്രോതസ്. അപ്പോൾ പല സിവിലൈസേഷനും നമ്മൾ പണ്ട് എന്താണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടില്ല. ഓൾവേസ് സിവിലൈസേഷൻസ് എല്ലാം എപ്പോഴും നദീതടങ്ങളിലാണ് ഉണ്ടാകുന്നത്. തോൺബറി നദിയുടെ തീരത്ത് തന്നെയാണ് ആദ്യത്തെ ക്യാപിറ്റലായ ആയുക്തായ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നിന്നും പുതിയ ക്യാപിറ്റലായ ബാങ്കോക്ക് ഉണ്ടായപ്പോഴും അതും തോൺബറി നദിയുടെ തീരത്ത് ഒരു മാർഷി ലാൻഡിൽ തന്നെയാണ് രാജാക്കന്മാർ പുനഃസ്ഥാപിച്ചത്. അപ്പോൾ ഒരു വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട് ആയുക്തായ രാജാക്കന്മാർ.
എന്തായാലും ആയുത്തായ കിങ്ഡത്തിൻ്റെ പ്രധാന സമയം എന്ന് പറഞ്ഞാൽ 1350 to 1767 ഈ കാലഘട്ടത്തിലാണ് ഈ ആയുത്തായക്ക് ഇത്രയും പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഈ ആയുത്തായ രാജാക്കന്മാരുടെ പ്രതാപകാലത്ത് ഇതൊരു ട്രേഡ് റൂട്ടും കൂടിയായിരുന്നു. ധാരാളം ആൾക്കാർ ഇൻ്റർനാഷണൽ ട്രേഡേഴ്സൊക്കെ വന്നു പോയിരുന്ന സ്ഥലമാണ്. പക്ഷേ അവരെല്ലാം വന്ന് ഇവരുടെ ഈ പ്രതാപ ഐശ്വര്യങ്ങളൊക്കെ കണ്ട് കണ്ണു തള്ളിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ സമ്പത്തും ഇവിടുത്തെ ട്രഷേഴ്സും ഇത്രയും വലിയ കൊട്ടാര സമുച്ചയങ്ങളും ടെമ്പിൾസും അതിനകത്തെല്ലാം തന്നെ ധാരാളം നിധികൾ സൂക്ഷിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഇവർക്കെല്ലാം. പക്ഷേ ഒരൊറ്റ ഫോറിനേഴ്സിനും ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാര്യം അത്രയ്ക്ക് നല്ല സംഘടിതമായ രീതിയിൽ എല്ലാ രാജാക്കന്മാരും നല്ല രീതിയിൽ യുദ്ധം ചെയ്ത് ഏതാണ്ട് കുറേ യുദ്ധങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പലരും അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ആരും സക്സസ്ഫുൾ ആയില്ല. പക്ഷേ അവസാന കാലഘട്ടത്തിൽ ബർമീസ് ആൾക്കാരാണ് വന്ന് ഇവരെ നിലംപരിശാക്കിയത്. ഇതെല്ലാം തച്ചുടച്ച് അവരെ എല്ലാം ലൂട്ട് ചെയ്ത് ഇവിടുത്തെ സമ്പത്തെല്ലാം കവർന്ന് ഇവിടുത്തെ നല്ല നല്ല ക്ഷേത്രങ്ങളൊക്കെ മെതിച്ച് ഇടിച്ച് പൊടിച്ച് കത്തിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് ബർമീസ് അറ്റാക്കാണ്. അതാണ് അവസാനത്തെ ഒരു അറ്റാക്ക് ഉണ്ടായത്. അങ്ങനെ ടോട്ടലി 417 വർഷങ്ങൾ ഇവരെല്ലാവരും ഭരിച്ചു. പല പല രാജാക്കന്മാർ, 33 രാജാക്കന്മാർ. ഇതിനിടയിൽ 70 പ്രധാനപ്പെട്ട യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. 70 വാർസ്, 33 റൂളേഴ്സ് ആൻഡ് 417 ഇയേഴ്സ് ഓഫ് ആയുത്തായ റൂൾ. അതാണ് ഒരു ടോട്ടൽ ഹിസ്റ്ററി പറയാനാണെങ്കിൽ. എന്തായാലും ഇതൊരു മനോഹരമായ യാത്രയാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ചരിത്രം ഇങ്ങനെ ആലോചിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും അത് നിങ്ങളിലേക്ക് എനിക്ക് പകർന്നു തരാനും പറ്റുന്ന ഒരു നല്ല ആംബിയൻസാണിത്. അപ്പോൾ ഈ ഒരു തോൺബറി റിവറിലൂടെ പോകുമ്പോൾ ഇവിടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കാഴ്ചകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ. ഇവിടെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടാകാം. ട്രേഡ് റൂട്ടായിരുന്നു എന്ന് പറയുന്നു. എത്ര വിദേശ ട്രേഡേഴ്സ്, കച്ചവട ആവശ്യത്തിനായി വന്നു. പിന്നെ യുദ്ധം നടന്നു എന്ന് പറയുന്നു, ഏതാണ്ട് 70ഓളം യുദ്ധങ്ങൾ. അപ്പോൾ എത്രയോ യുദ്ധസന്നാഹങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കാഴ്ചകൾ. ഇവിടുത്തെ രാജാക്കന്മാരും അവരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഭടന്മാരെല്ലാവരും കൂടി സംഘടിച്ച് അവരെ തുരത്തുന്ന കാഴ്ചകൾ. അവസാനം എല്ലാവരും കൂടി ഇവിടെ നിന്ന് എല്ലാം അടിച്ചു മാറ്റി കംപ്ലീറ്റ് ബുദ്ധിസ്റ്റ് ടെമ്പിൾസൊക്കെ റാൻസാക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ കണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് കുറേ കാലം വർഷങ്ങളോളം അത് ആരും തിരിഞ്ഞു നോക്കാതെ ഇവരെല്ലാം രാജാക്കന്മാർ ഇവിടെ നിന്നും ക്യാപിറ്റൽ തന്നെ മാറ്റി ബാങ്കോക്ക് കൊണ്ടുപോയി സ്ഥാപിച്ചു. അപ്പോൾ ഇതിനൊരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് ആരും നോക്കാണ്ടായി. പിൽക്കാലത്തെ എക്സ്കവേഷൻസിലൂടെ ഇതെല്ലാം തിരിച്ചെടുക്കുകയും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ റിസ്റ്റോർ ചെയ്യുകയും ചില ക്ഷേത്രങ്ങളെല്ലാം വീണ്ടും പുനരുദ്ധരിച്ച് ഒരു വർക്കിംഗ് ടെമ്പിൾസാക്കി മാറ്റുകയും പിന്നെ ബാക്കിയെല്ലാം ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ട് ഇതുപോലെ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് വരുമ്പോൾ കാണാനായിട്ട് കാത്തു സൂക്ഷിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യുനെസ്കോ ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത്. അതിനെക്കുറിച്ച് യുനെസ്കോ പറയുന്നത് തന്നെ എന്താണെന്നറിയാമോ? ഒരു പ്രത്യേക ഒരു ലൈനാണ് അവർ പറയുന്നത്. ഈ ആയുത്തായിലെ സൈറ്റ്സ് എല്ലാം തന്നെ റെപ്രസെൻറ്റ്സ് എ മാസ്റ്റർ ക്ലാസ് ഓഫ് ജീനിയസ് എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? ഇത് യുനെസ്കോയുടെ ആൾക്കാർ പറഞ്ഞാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആക്കി ഡിക്ലെയർ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് ഇതൊരു മാസ്റ്റർ ക്ലാസ് ഓഫ് ജീനിയസ് ആണ് ഇവിടുത്തെ സൈറ്റുകൾ എന്നാണ് പറഞ്ഞത്. ഒരു വേൾഡ് ക്ലാസ് എക്സാമ്പിളാണ്. ഭയങ്കരമാണ് സംഭവം. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ലോകത്ത് ഒരിടത്തും ഇതുപോലെ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പലയിടത്തും ഇതുപോലെയൊക്കെ ഉണ്ട്. എങ്കിലും പറയുകയാണ് ഇതൊരു പ്രത്യേക ഒരു സംഗതിയാണ്. ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് എത്തിയിരിക്കുന്നത് വട്ട്പുത്തലി സവാൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ റിക്ലൈനിങ് ബുദ്ധയുടെ ഒരു ഇമേജ് ഉള്ള സ്ഥലമാണ് വട്ട്പുത്തലി സവാൻ. ഇത് ആ കാണുന്ന ആ ക്ഷേത്രം. ഈ ഒരു ഏരിയ ഭയങ്കര പിക്ചറസ് ആണെന്നാണ് പറഞ്ഞത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റിംഗ് കണ്ടില്ലേ? എന്ത് മനോഹരമായ ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് കാണുമ്പോൾ ഒരു എന്താ പറയുക, ജാപ്പനീസ് പഗോഡ മാതിരിയൊക്കെ തോന്നുന്നില്ലേ? ഏതാണ്ട് ആ സ്റ്റൈലിൽ. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു തായ് പഴയ സ്റ്റൈലിൽ തന്നെയാണ്, ആയുത്തായ സ്റ്റൈലിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ തോൺബറി റിവറിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുമ്പോൾ അതിന് കൂടുതൽ ഭംഗി തോന്നും. വട്ട്പുത്തലി സവാൻ എന്നുള്ള ഈ ഒരു ക്ഷേത്ര സമുച്ചയം. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ 2 പ്രധാന ക്ഷേത്രങ്ങൾ കണ്ടു കഴിഞ്ഞു. എല്ലാം ഭയങ്കര പാടാണ് ഈ പേരൊക്കെ പറയാൻ, പക്ഷേ ഭയങ്കര രസമാണ്. അവരുടെ എല്ലാ പേരും ഇങ്ങനെ
അങ്ങനെ ഒരു പ്രൊനൗൺസിയേഷനാണ് വാറ്റ്. ജമ്പ് ചെയ്ത് പോവാം നമ്മൾ. നല്ല രസമുണ്ട്. ആ ഓളപ്പരപ്പിൽ ഇങ്ങനെ ചാടി പോവാണ്. വേറൊരു ബോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക, വേവ്സ് ക്രിയേറ്റഡ് ആകുകയാണ്, തിരയിളക്കം. പക്ഷെ ഇപ്പോൾ ഇവിടെ മഴക്കാലമാണ്. എന്ത് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് പോലെ തന്നെയാണ് തായ്ലൻഡിലെ ക്ലൈമറ്റും. ചൂടും മഴക്കാലവും എല്ലാം ഏകദേശം സിമിലറാണ്. ഇത് ഏഷ്യൻ കൺട്രിയാണ്. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ, കാലാവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും എന്താ പറയുക, ഇവിടുത്തെ കൃഷി വിഭവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമുക്കില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവർക്കുണ്ടെങ്കിൽ പോലും നാളികേരത്തിൻ്റെ ഉപയോഗമൊക്കെ ഇവർക്ക് നന്നായിട്ടുണ്ട്. തേങ്ങാപ്പാലും മറ്റു കാര്യങ്ങളും നമ്മുടെ കാന്താരി മുളകും എല്ലാ കാര്യങ്ങളും അവർ ഉപയോഗിക്കാറുണ്ട്. ഇവിടുത്തെ തായ് ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ 3 കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. എല്ലാത്തിലും മധുരം, എരിവ്, പുളി, ഇതെല്ലാം സമാസമം വരും. ഏത് ഡിഷ് എടുത്താലും അതിലൊരു അല്പം മധുരം ഉണ്ടാകും, നല്ല എരിവുണ്ടാകും, പിന്നെ എന്താ ഒരു പുളിയും ഉണ്ടാകും. ഇനി അടുത്തൊരു പള്ളിയാണ്. ഇതൊരു കാത്തലിക് ചേർച്ചാണ്. ഇത്രയും ബുദ്ധിസ്റ്റ് ടെമ്പിൾസിൻ്റെ ഇടയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാത്തലിക് ചേർച്ചിൻ്റെ ഒരു കത്തീഡ്രലും കാണാൻ സാധിക്കും ഇവിടെ. അപ്പോൾ മതമൈത്രിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബുദ്ധിസം ഉണ്ടെങ്കിലും അത്യാവശ്യം ക്രിസ്തു മതം വിശ്വസിക്കുന്ന ആൾക്കാർക്കും ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടെന്നും, അല്ലെങ്കിൽ അത്തരക്കാരും ഇവിടെ ഉണ്ട്, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാത്തലിക് ചേർച്ച്. ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻ്റ് ആണ്. താമസിക്കാനുള്ള കോട്ടേജ് ടൈപ്പ് റൂംസും കൂടാതെ ഇങ്ങനെ റിവറിനെ ഫേസ് ചെയ്യുന്ന ഒരു മനോഹരമായ റെസ്റ്റോറൻറ്റും ഒക്കെ ആയിട്ട്. ദി റിവർ അയോത്തായ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ സമയമാകുന്നു എന്ന് തോന്നുന്നു. 1 അവറാണ് നമ്മുടെ യാത്ര, 1 മണിക്കൂർ. സത്യം പറഞ്ഞാൽ ഈ 1 മണിക്കൂർ അവസാനിക്കാതിരുന്നെങ്കിൽ അത് ഞാൻ ആഗ്രഹിച്ചു പോകാൻ. അത്രയ്ക്ക് സുഖമുണ്ട്, രസകരമാണ്. ഈ ചുമ്മാ ഇങ്ങനെ ബോട്ടിലിങ്ങനെ ഇരുന്ന കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ നമ്മൾ കാറ്റെല്ലാം ആസ്വദിച്ച് പോകുന്നില്ല, അതൊരു സുഖമല്ല. പക്ഷേ ഏതൊരു നല്ല കാര്യവും അവസാനിക്കുമല്ലോ, അതങ്ങനെയാണ്. ആ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം ആസ്വദിക്കുക. വാറ്റ് ചായ് വട്ടനാറാം എന്നുള്ള മനോഹരമായ ക്ഷേത്ര സമുച്ചയം അടുത്തുകൊണ്ടിരിക്കുന്നു. 40 വർഷം മുന്നേ ഇതൊരു ജംഗിൾ പോലെ ചുറ്റോട് ചുറ്റും വനപ്രദേശം കൊണ്ട് മൂടപ്പെട്ട് കിടന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ എക്സ്കവേറ്റ് ചെയ്ത് ആ വനമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണ് ഇത് ഇത്രയും മനോഹരമായിട്ട് ഇപ്പോൾ പ്രിസർവ് ചെയ്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആയുതായയുടെ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് സൈറ്റുകളിൽ ഒന്നാണിത്. അത് കാരണം ഇതിൻ്റെ ഏറ്റവും ഇമ്പ്രസീവായിട്ടുള്ളത് ആ നടുക്ക് കാണുന്ന 35 മീറ്റർ ഹൈറ്റുള്ള, ഏകദേശം 35 മീറ്റർ ഹൈറ്റാണ്, കെമർ സ്റ്റൈലിൽ പണിതിരിക്കുന്ന സെൻട്രൽ പ്രാങ് ആണ്. ഒരു ടവറാണ്, കണ്ടല്ലോ ക്ഷേത്രം. അത് 1673 കിങ് പ്രസത്ത് തോങ് എന്ന് പറയുന്ന രാജാവ് 1673 ഈ ക്ഷേത്രം പണിതത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നിന്നുകൊണ്ട് സൺസെറ്റ്, സൂര്യാസ്തമയം ദർശിക്കാനായിട്ട് വളരെ വളരെ നല്ലൊരു സ്ഥലമാണ്. നമ്മളും ഇപ്പോൾ ഏതാണ്ട് സൂര്യാസ്തമയ സമയത്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് പടിഞ്ഞാറ്, ഈ ഐലൻഡിൻ്റെ അയുത്തായയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നോക്കൂ, ആൾക്കാർ, ടൂറിസ്റ്റുകളെല്ലാം അവിടെ വന്നിങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്ന കാഴ്ച. അവരിങ്ങനെ സൺസെറ്റ് കാണാനായിട്ട് ഇരിക്കുവാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ആ ഒരു പശ്ചാത്തലത്തിലിരുന്ന് കൊണ്ട് സൂര്യാസ്തമയം കാണുന്ന, അവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് സൺസെറ്റ് കാണാനായിട്ട്. ഏറ്റവും പറ്റിയൊരു സ്പോട്ടാണ്. ഇത് നടുക്കായിട്ട് ബുദ്ധഭഗവാനെ കാണാം. ഏറ്റവും നടുക്കായിട്ട് ഖെമർ സ്റ്റൈലിൽ ഉണ്ടാക്കിയ സെൻട്രൽ പ്രാങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട്. ഇത് എത്ര പഴക്കമുള്ളതാണെന്ന് ആലോചിച്ചു. 1673 രാജാവ് പ്രസത്ത് തോങ് എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്താണ് പണിതത്. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഈ വറ്റ് ചായ് വട്ടനാറാം എന്ന് പറയുന്ന ഈ ഹെറിറ്റേജ് സൈറ്റ്. പക്ഷേ ഇത് മനോഹരമായിരിക്കുന്നു. ഈ തോൺബറി നദിയുടെ തീരത്ത് നല്ല രസകരമായൊരു സൈറ്റിലാണിത്. സൂര്യൻ അസ്തമിക്കാൻ സമയമാകുന്നു. നമ്മുടെ ബോട്ട് സവാരിയും ഏതാണ്ട് തീരാൻ സമയമാകുന്നു. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കണ്ടു. ഇനി ബോട്ട് തിരിച്ച് നമ്മളെ എവിടെ നിന്നാണോ നമ്മൾ കയറിയത് ആ സ്ഥലത്ത് കൊണ്ട് വരും. ചേടിയാണിത്, ബ്യൂട്ടിഫുൾ ഒരു ചേടി പറഞ്ഞാൽ ഇവിടുത്തെ പഗോഡ സ്റ്റൈലിലുള്ള ഒരു സ്തൂപമാണ്.
പകുതി ഗോൾഡൻ കളറും പകുതി വൈറ്റ് കളറുമായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ചേരി. അതാണ് ഒരു സൈഡിൽ കാണുന്ന കാഴ്ച. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ആൾക്കാരും ചൂണ്ടയിട്ടിട്ട് സൈഡിൽ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മീനുകൾ വളരെയധികം കൂടുതലുള്ളൊരു നദിയാണ്. അബണ്ടൻറ്റ് ഫിഷാണ്, ഇഷ്ടം പോലെ. സൂര്യാസ്തമയം നമ്മൾ കാണാൻ പോകുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഇവിടെ നിന്നുകൊണ്ടാണ് ഇത് കാണുന്നത്, തോൺബറി നദിയുടെ തീരത്ത്. ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് സൂര്യൻ അസ്തമിക്കും. ഇതൊക്കെ വുഡൻ ഹൗസ്, തടി കൊണ്ടുള്ള വീടുകൾ. ഇങ്ങനെ തൂണിലാണ് നിർത്തിയിരിക്കുന്നത്. പഴയ സ്റ്റൈൽ വീടുകളാണ്. അവൻ്റെ സ്പീഡ് കാരണം നമ്മുടെ ബോട്ടിങ്ങനെ ലാഞ്ചി പോവാണ്. അയ്യോ, പിടിച്ചിരിക്കട്ടെ. അങ്ങനെ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് നമ്മൾ തിരിച്ചെത്തി. ഇപ്പോൾ സൂര്യൻ ഇപ്പോൾ പൂർണ്ണമായി അസ്തമിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ തോൺബറി നദിയിലൂടെയുള്ള ബോട്ട് സവാരി അവസാനിച്ചിരിക്കുകയാണ്. ഓഫ് ദി ഐലൻഡിൻ്റെ വെളിയിലുള്ള ക്ഷേത്ര സമുച്ചയങ്ങളെല്ലാം ആയുത്തായലെ കാണാനുള്ള യാത്രയായിരുന്നത്. അത് വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയാം. നല്ല സന്തോഷകരമായി കണ്ടിട്ട് തിരിച്ചു വന്നു. നല്ലൊരു രസകരമായ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. ഇനി നമുക്ക് ഇറങ്ങാം ബോട്ടിൽ നിന്ന്. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ നേരെ ഒരു മാർക്കറ്റ് ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ.